പ്രാർത്ഥിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനോട് ഈ വചനമാ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൊടുത്തത്. ആ വചനമാണ് 1.5 മാസത്തിനകം അവന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു വാതിൽ തുറക്കുന്നത് കണ്ടത്. വിജനപ്രദേശത്ത് വഴിയുണ്ടാകും. വിജനപ്രദേശത്ത് ആളും അർത്ഥമില്ലാത്തടത്ത് എന്തിനാ വഴി? എന്തെങ്കിലും ഉപകാരമുള്ളിടത്തല്ലേ വഴി വേണ്ടത്? ചുമ്മാ ആരെങ്കിലും ഒരു വഴി വിട്ടുവോ? ചിലപ്പോൾ നമുക്ക് തോന്നും ഇനി ഒരു വഴി ഉണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ? എൻ്റെ വഴികളെല്ലാം അടഞ്ഞില്ലേ? എൻ്റെ വഴികളെല്ലാം തീർന്നു, ഞാനിപ്പോ പെരുവഴിയായി നിൽക്കുക. ഇല്ല, ദൈവം ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ, നിങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പുതിയൊരു വഴി ഉണ്ടാക്കും. പുതിയൊരു വഴി ഉണ്ടാക്കും. നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ദൈവം ഉണ്ടാക്കും. നിന്റെ വിടുതലിനുള്ള വഴി ദൈവം ഉണ്ടാക്കും. നിന്റെ സമാധാനത്തിനും നിന്റെ ഉയർച്ചയ്ക്കും ഒക്കെയുള്ള വഴി ദൈവം ഉണ്ടാക്കും. വിജനപ്രദേശത്തൊരു വഴിയും. അടുത്ത വാക്യമാണ്, മരുഭൂമിയിൽ നദികൾ ഉണ്ടാകും. മരുഭൂമിയിലോ, മഴ പെയ്യാത്ത